ഈ കൈക്കോട്ട് കൊണ്ട് എന്താ പരിപാടി വിചാരിക്കണ്ടാവില്ലേ? പറഞ്ഞുതരാം. ഞാൻ ഈ വൈകുന്നേരം ചെടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു മുളകും തൈയാണ്ടോ, ഇതിന് വെള്ളം നനച്ചപ്പോഴൊക്കെ ഇതിങ്ങനെ അടിക്ക് ഇങ്ങനെ പോകണുണ്ട് കേട്ടോ. പക്ഷെ ഇതെന്താന്ന് എനിക്ക് അപ്പം മനസ്സിലായിട്ടില്ല. ഇനി നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. കണ്ടോ, ഈ മുളകും തൈയിനൊക്കെ എന്താ നാശമായിക്കണം കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മളെ പെരിച്ചായിയാണ്. പെരിച്ചായി ഈ നനവ് തട്ടുന്നിടത്തൊക്കെ ഒരു പൂരുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ ഓല് മണ്ണിൻ്റെ ഇടയിൽ കൂടെ വന്നാണ്ട് പണിയെടുത്തതാണ് ഇതൊക്കെ. ഓലെ പണി എല്ലായിടത്തും മാന്താന്നാണല്ലോ. അതൊക്കെ എല്ലായിടത്തും കണ്ടില്ലേ, ഈ കവർ വരെ ഓല് മാന്തിയാണ്ട് പൊട്ടിച്ചിട്ടുണ്ടാവും. അതാണിപ്പോൾ ഇത് എന്താ മണ്ണൊക്കെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ മണ്ണടി കൂടെ പോകില്ല. അപ്പോൾ ആ ചെടി ഇങ്ങനെ കൊണ്ടിട്ട് നിന്ന് അപ്പം അത്യാവശ്യം മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരിക കേട്ടോ. അപ്പോൾ ചാഞ്ഞ് പോവണം തൈ. ഇപ്പം അതിനെ മാറ്റാഞ്ഞാൽ ആകെ പണി കിട്ടും. അപ്പോൾ ഞാൻ ഓല തന്നെ അവിടെ ചെറിയൊരു കുഴി ഉണ്ടാക്കി തന്നിക്കണേ. അപ്പോൾ ആക്കണ്ടില്ലേ, ആ കുഴിൻ്റെ ഭാഗത്തിട്ടിട്ട് ഞാൻ ആ കുഴിച്ചാണ്ട് ആ മുളകും തൈ അവിടെ വെക്കാൻ നല്ലൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഇത് ചെറിയ കൈക്കോട്ടായതുകൊണ്ട് ഇതിൻ്റെ എന്താ ആ ഭാഗം, ബാക്ക് ഭാഗം ഒരു നല്ല കൂർപ്പുണ്ടായതുകൊണ്ട് നമുക്ക് കളക്കാനും നല്ല സുഖം കേട്ടോ. അപ്പോൾ ഞാൻ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന കൈക്കോട്ടാണേ. നല്ലോണം എന്താ ചെറിയ കുഴി പോലെ ആദ്യമാക്കി തന്നുകൊണ്ട് ഞാനും കുറച്ച് വലിയൊരു കുഴി ഉണ്ടാക്കി എടുത്തിട്ടോ. നനവില്ല ഭാഗത്ത് എല്ലായിടത്തും ഇതേമാർക്ക് എന്താ ഹോൾ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ ചട്ടിയിലെ മുളക് തൈ വരെ പോലെ എന്താ കേടെടുത്തിരിക്കണ്. അപ്പോൾ ഞാൻ ആ കുഴിയിലേക്ക് കുറച്ച് DAPയും എന്താ ചാണകപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് നല്ലോണം ഇളക്കി മറിച്ചാണ്ട് ആ ഒരു ചെടി അതിലേക്ക് മണ്ണധികം കളയാതെ ആ മണ്ണോടക്ക് തന്നെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഒന്ന് എന്താ ആടിനുണ്ട് അതിൻ്റെ സ്റ്റെമ്മ്. അപ്പോൾ ഒരു കല്ല് വെച്ച് ഉറപ്പിച്ചാണ്ട് അതിന് മണ്ണിട്ട് കൊടുക്കുകയാണേ. അല്ല ഞാൻ അതിൽ വെച്ചഞ്ഞും പണി കിട്ടും. കാരണം ആ ചെടി ആകെ നാശമാവും. അപ്പം എന്താ DAP ഒക്കെ ഇട്ടെടുത്തതല്ലേ, അപ്പോൾ നല്ല ചൂടാണ്, ചാണകവും നല്ല ചൂടാണ്. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെടി ആകെ നാശമാകും. ഇപ്പം നല്ല ചൂടും അല്ലേ, ചാണകം ഒക്കെ നല്ല ചൂടാണല്ലോ. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചെടുക്കണം. ബാക്കി ഞാൻ കുറച്ച് ചാണകം മണ്ണ് കൊടുത്താണ്ട് ഇതൊരു കയ്പങ്ങ തൈ കേട്ടോ, അതിന് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ 2 തക്കാളി തൈയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, കൂടെ കൂട്ടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.